Okay, അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ Realme X7 Maxന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഫോൺ കുറച്ചുകൂടി ഒരു ബെറ്റർ പ്രൈസിൽ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ബേസ് വെർഷൻ ആയിട്ടുള്ളത് നമുക്ക് 24,999 ആണ് വരുന്നത്. ബാങ്ക് ഡിസ്കൗണ്ട്സും എല്ലാം ചേർത്തിട്ട് നമുക്ക് 24,000-ന് 8GB 128GB വെർഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ നോട്ട് 220 പോക്കോ F3 GT ആയിട്ടുള്ള ചെറിയൊരു കമ്പാരിസണും കൂടെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പോൾ എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തികാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ Realme X7 Maxന്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ Realme X7ൻ്റെ സെയിം ബോക്സ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ അവർ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇത് Dimensity 1200 5G പ്രോസസ്സറാണ് വരുന്നത്. 120 Hz സൂപ്പർ AMOLED ഫുൾ സ്ക്രീൻ വരുന്നുണ്ട്. 50 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ വരുന്നുണ്ട്. സോണീൻ്റെ 64 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മിൽക്കി വേ എന്നുള്ള കളറാണ്. 8GB 128GB വെർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ വേറെ അവരൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 5G ബാൻഡ്സ് ഉണ്ടെന്നുള്ളത് ഇതിൽ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 5G ബാൻഡ്സ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണൊന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂള് വരുന്നുണ്ട്. നമ്മൾക്കൊരു കേസ് വരുന്നുണ്ട്. കുറച്ചൊരു ഡാർക്ക് കളർ ട്രാൻസ്പെറൻറ്റ് കേസാണ് വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് വരുന്നത്. ഫോൺ നമുക്കിപ്പോൾ സൈഡിലേക്ക് മാറ്റിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അതിനുശേഷം നമുക്കൊരു USB കേബിൾ വരുന്നുണ്ട് ടൈപ്പ് സിൻ്റെ. അത് നമുക്ക് 65 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു കേബിളാണ്. നമ്മുടെ ചാർജറും 65 വാട്ട് ചാർജർ തന്നെയാണ്. പക്ഷേ ഫോൺ നമുക്ക് 50 വാട്ട്സ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നോക്കാം. ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് നമുക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. നല്ലൊരു റെയിൻബോ കളർ ഷിഫ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. കളേഴ്സൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 2 ടോൺസ് വരുന്നുണ്ട്. ലൈക്ക് ഒരു മാറ്റ് ഫിനിഷും വരുന്നുണ്ട്. നമ്മുടെ ക്യാമറേൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമ്മുടെ റിയൽമീൻ്റെ ബ്രാൻഡിങ്ങും അവർ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ച് ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷുള്ള അവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് ക്വൈറ്റ് ലൈക്ക് ലെസ് വെയിറ്റ് ആണ് വരുന്നുള്ളൂ. ലൈക്ക് 179 grams ആണ് വരുന്നുള്ളൂ. നമുക്ക് സൈഡ്സും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. നമ്മുടെ F3 GTനെ പോലെയും നോഡിനെ പോലെയും അത്രയും വെയിറ്റ് വരാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. മൊത്തം ഫോൺ പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ്. നമ്മൾ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്. ടോപ്പിൽ നമുക്ക് മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്. സിം സ്ലോട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡ്യുവൽ സിം സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ SD കാർഡിനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12GB 256GB വെർഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫോൺസിൻ്റെ അത്രയും കോസ്റ്റ് അല്ല. നമുക്ക് 27,999 മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ ബോട്ടമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3.5mm ജാക്ക് വരുന്നുണ്ട്. മെയിൻ മൈക്ക് വരുന്നുണ്ട്. USB Type-C പോർട്ട് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രിൽസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 3.5mm ജാക്ക് ഉണ്ട്. നമ്മുടെ നോഡ് 2ലും അതുപോലെ തന്നെ F3 GTയിലും നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടാകില്ല. അത് ഇതിനൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് നമ്മൾ 6.43 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്. നമ്മുടെ നോട്ട് 2ൻ്റെ സെയിം സൈസ് തന്നെയാണ് ഇതിലും വരുന്നത്. ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്. അതുപോലെ തന്നെ കളേഴ്സൊക്കെ വളരെ പഞ്ചിയാണ്. ഇതിൽ നമുക്ക് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നത് നമ്മുടെ ഡ്രാഗൺ ടെയിൽ ഗ്ലാസ് ആണ്. ഇതിൻ്റെ Realme UI എന്ന് പറയുന്നത് അത്യാവശ്യം ക്ലീൻ ആണ്. നമ്മൾക്ക് അധികം ബ്ലോട്ട് വെയർസ് ഒന്നും വന്നിട്ടില്ല. ആകെ കൂടെ കുറച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽമി ആപ്സും കാര്യങ്ങളൊക്കെയാണ്. അതിലെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഇത് റൺ ചെയ്യുന്നത് നമ്മുടെ Realme UI 2.0ലും വിത്ത് Android 11 വെർഷനിലാണ്. ഈ ഫോണിൽ നമുക്ക് 120 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ബാക്കി 2 ഫോൺസിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത് നമ്മൾ ബാക്കി എല്ലാ റിയൽമി ഫോൺസിനും പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീൻ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഈ ഫോണിൽ വൈഡ് വൈൻ L1ഉം അതുപോലെ തന്നെ HDRും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളേഴ്സ് എല്ലാം വളരെ നല്ലതാണ്. ഇപ്പോൾ വരുന്ന ഫോൺസിലൊന്നും നമുക്ക് അങ്ങനെ ഡിസ്പ്ലേക്ക് കംപ്ലയിൻറ്റ് പറയാൻ വരാറില്ല. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കും.
ഈ ഫോണിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിമെൻസിറ്റി 1200 ചിപ്സെറ്റാണ് വരുന്നത്. റിയൽമി കുറച്ച് ഒപ്റ്റിമൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പെർഫോമൻസ് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട്. ഈ ഫോണിൽ നമുക്ക് വേപ്പർ കൂളിംഗ് വരുന്നുണ്ട്, ഫോൺ കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് പോലും ഫോൺ ഹീറ്റായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ഫോണും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ അങ്ങ് ഹീറ്റായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഫോണിൽ നമ്മൾ BGMI കളിക്കുന്ന സമയത്ത് 90 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചിപ്സെറ്റുള്ള എല്ലാ ഫോണിലും ഈ ഫോണിൽ മാത്രമാണ് നമ്മൾ BGMI കളിക്കുന്ന സമയത്ത് 90 Hz സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മൊത്തത്തിലുള്ളൊരു ഗെയിമിംഗ് റിവ്യൂ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പെർഫോമൻസ് നല്ലതായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഫോണിൽ നമുക്ക് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 65 വാട്ടിന് ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോണിൽ നമുക്ക് 50 വാട്ടിന് ചാർജിങ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. റിയൽമി പറയുന്നത് 50% 16 മിനിറ്റ്സിൽ ചാർജ് ആവുമെന്നാണ്. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് UFS 3.1 ആണ് വരുന്നത്. ഈ ഫോൺ നമുക്ക് 2 വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് 8GB 128GB വെർഷനും ഒന്ന് 12GB 256GB വെർഷനുമാണ്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല തന്നെയാണ്. പക്ഷേ നോഡിൻ്റെ അത്ര സ്ട്രോങ് അല്ല. നോഡ് 2ലാണ് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ ക്യാമറയാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് നമുക്ക് വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ ഒരു പഞ്ച്വൽ ക്യാമറ നമുക്ക് സെൽഫിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാമറയിൽ നിന്നുള്ള ഡേ ലൈറ്റ് ഫോട്ടോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കളേഴ്സും അതുപോലെ തന്നെ കോൺട്രാസ്റ്റും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അൾട്രാ വൈഡിൽ നിന്നുള്ള ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡേ ലൈറ്റിൽ നമുക്ക് നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ലോ ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോസ് ബ്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നോയ്സ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് നമുക്ക് അത്ര നന്നായിട്ട് കിട്ടുന്നില്ല. പക്ഷേ അക്സെപ്റ്റബിൾ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നൈറ്റ് മോഡ് എനേബിൾ ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോയ്സ് കുറച്ചൊന്ന് റെഡ്യൂസ് ആവുന്നുണ്ട്. സെൽഫീസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഇമേജസ് ആണ് വരുന്നത്. കാരണം കുറച്ചൊന്ന് സ്മൂത്തനിങ് ചെയ്യുന്നു, കുറച്ച് നല്ലോണം സ്മൂത്തനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കളേഴ്സൊക്കെ ഒന്ന് വാഷ് ഔട്ടായി പോകുന്നുണ്ട്. ഇനി നമ്മൾ വീഡിയോസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. കാരണം നമുക്ക് F3 GTയിലും അതുപോലെ തന്നെ നോഡ് 2ലും 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകുള്ളൂ. വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല തന്നെയാണ്. ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യത്തിന് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ നമ്മൾ നോഡ് 2ൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഫസ്റ്റ് ലുക്കിൻ്റെ അത്രയ്ക്കൊന്നും നന്നായിട്ടില്ല. നമ്മൾ മൊത്തത്തിലൊരു കമ്പാരിസൺ കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 24Kക്ക് ഒരു 8GB 128GB വെർഷന് നമുക്ക് അത്യാവശ്യം നല്ല കുറേ സ്പെക്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3.5mm ജാക്ക്, അതുപോലെ തന്നെ BGMIയിൽ നമുക്ക് 90 Hz എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഈ ഫോണിനെ നോഡ് 2ഉം അതുപോലെ തന്നെ F3 GT ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.